കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ കസ്റ്റഡിയിലെടുത്ത ഷിംജിതയെ കോടതിയിൽ ഹാജരാക്കി. കുന്നമംഗലം കോടതിയിലാണ് ഹാജരാക്കിയത്. അനീസ് അലി ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അനീസ് അലി, ആദ്യം ഈ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യത അടക്കം കണ്ടിരുന്നു. ഈ പോലീസിന്റെ ഈ നിർണായക നീക്കം ഏത് സാഹചര്യത്തിലാണ്? നിലവിൽ ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തത് 2 മണിക്കാണ്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം പിന്നീട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ എവിടെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ആദ്യഘട്ട നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കുന്നമംഗലം കോടതിയിലാണ് ഷിംജിതയെ ഹാജരാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇത് ബെയിൽ നൽകുമോ അതല്ല കസ്റ്റഡി റിമാൻഡ് ചെയ്യുമോ എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ ആകാംക്ഷയുള്ളത്. ഷിംജിത എന്തായാലും 2 മണിയോടെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായതിനു ശേഷം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. കുന്നമംഗലം കോടതിയിൽ അവരെ കോടതി റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ജില്ലാ ജയിലിലേക്ക് മാറ്റുകയായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു രഹസ്യ സ്വഭാവം പോലീസ് കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെയും ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് മുതൽ അതുവരെയും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കൃത്യമായ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള നടപടികൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോലീസ് പോകുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം, ജനങ്ങളുടെ കൂട്ടം കൂടിയുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ഷിംജിതക്കെതിരെ. സോഷ്യൽ മീഡിയയിലും ഷിംജിതക്കെതിരെ വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. അവർ ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമായി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു പക്ഷേ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിരിക്കും ഒരുപക്ഷെ പോലീസ് ഈ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ കുന്നമംഗലം കോടതി പരിസരത്ത് കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജിൽ കണ്ടതുപോലുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവും അത്തരത്തിലുള്ള ജനക്കൂട്ടവും ഒന്നും ഇവിടെ തടിച്ചുകൂടിയിട്ടില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടേക്കാണ് എത്തിക്കുക എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നതാണ് മാധ്യമപ്രവർത്തകർ തന്നെ. ഏതായാലും ഇതിൽ അനീസ് അലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രഹസ്യ സ്വഭാവം പോലീസ് കാത്തു സൂക്ഷിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പോലീസ് നേരെ കുന്നമംഗലം കോടതിയിൽ അവരെ ഹാജരാക്കുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത.